Hi, Namaste, welcome back to my channel, Maintainer. ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓപ്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 13th മെയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ മാർക്കറ്റിൽ നല്ലൊരു ഇറക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ബൈ ട്രേഡിങ് കിട്ടി. പിന്നെ എഗെയിൻ മാർക്കറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു സഡൻ ഹൈക്കാണ് മാർക്കറ്റ് മുകളിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ട്രേഡുകളിൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോസിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ട്രേഡ്, അതായത് അത്രയ്ക്കൊരു ഹൈക്കാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. അപ്പോൾ അവിടെ ഒരു ഡൗൺഫോൾ ഫേക്ക് ആണ് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ഒരു ട്രേഡ് നമുക്ക് അവോയ്ഡ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് സാധാരണ നമ്മുടെ ചാർട്ട് അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ഫേക്ക് അപ്പ് ഡൗൺസും തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ലേറ്റസ്റ്റ് വേർഷൻ ബാർ ചാർട്ട്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രിയുടെ ലേറ്റസ്റ്റ് വേർഷൻ ബാർ ചാർട്ടിൽ നമുക്ക് മാർക്കറ്റ് ഹൈക്ക് ഡൗൺ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ തിരിഞ്ഞ് കയറാൻ ചാൻസ് ഉള്ളൊരു നമുക്ക് ഒരു കൺസോളേഷൻ, സിഗ്നൽസിന് ആക്യുറസി ഇല്ലേ സോഫ്റ്റ് അവിടെ ഇൻഡിക്കേഷൻ തരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ലാസ്റ്റ് വന്നപ്പോൾ, അതായത് 2 മണിക്ക് മുമ്പ് വന്ന സെല്ലാണ് ഈ പറഞ്ഞത്. അത് മാർക്കറ്റ് നല്ലൊരു ഹൈക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പോൾ സോഫ്റ്റ് അവിടെ കൺഫർമേഷൻ തന്നിട്ടില്ല, തിരിച്ച് മാർക്കറ്റ് കയറുകയും ചെയ്തു, ഫസ്റ്റ് ടാർഗറ്റ് അടിക്കുകയും ചെയ്തു. നമ്മൾ കോൾ ഓപ്ഷൻ പിക്ക് ചെയ്തിട്ടുണ്ട്. കോൾ ഓപ്ഷൻ 21,900 കോൾ ഓപ്ഷൻ നല്ലൊരു ഹൈക്കാണ് നമുക്ക് മാർക്കറ്റ് പോയത്. അപ്പോൾ ലാസ്റ്റ് വന്ന ആ സിഗ്നലിൽ നിന്ന് അപ്രോക്സിമേറ്റ് നമ്മുടെ സിഗ്നൽ സോഫ്റ്റ് എടുത്തത് 246 നിന്ന് നേരെ മാർക്കറ്റ് കയറി 287 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ഹൈക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേഡുകൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കിട്ടും. അപ്പം എൻട്രിയും എക്സിറ്റും റിവേഴ്സൽ പോയിന്റും കിട്ടും, നമുക്ക് കറക്റ്റായിട്ട് സോഫ്റ്റ് കാണിച്ചു തരും ചെയ്യും. അപ്പോൾ ഇത് ഇൻട്രാഡേയും സ്കാൽപ്പിങ്ങും 2 ട്രേഡ് നമുക്ക് എടുക്കാം. അപ്പോൾ ചെറിയ ട്രേഡുകൾ മോർണിംഗിലും ഒരു ക്ലോസിംഗ് ലെവലിൽ നമുക്ക് എടുക്കത്ത് ചെറിയ ട്രേഡ് മതിയെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് എൻട്രി ക്വിക്ക് എക്സിറ്റ് വേണമെങ്കിൽ 1 മിനിറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് നേരം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്ന ആ ട്രേഡ് തന്നെ നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ലെവലും മോർണിംഗ് ലെവലും നല്ലൊരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുപാട് നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിന് എല്ലാ സിഗ്നലും സക്സസ് ആവത്തില്ല. അപ്പോൾ അതിലെടുക്കേണ്ട സിഗ്നൽ കൺഫർമേഷൻ ഓർ ബ്രേക്ക് ഔട്ട് വന്നതിന് നോക്കിയതിന് ശേഷം മാത്രം എടുത്ത് വെച്ചാൽ മതി. സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പറഞ്ഞു തരാം. ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ്സ് ചാർട്ടാണ്. 1 മിനിറ്റ് 5 മിനിറ്റ്സ് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. 1 മിനിറ്റ് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. മോർണിംഗിൽ ഒരു 11 o'clock മുമ്പും മാർക്കറ്റ് ക്ലോസ് ചെയ്യും 2 മണിക്ക് ശേഷം, അതായത് ക്ലോസിങ്ങിൻ്റെ ഒരു മണിക്കൂർ മുമ്പും. അപ്പോൾ അതാണ് 1 മിനിറ്റ് എന്നാൽ ചൂസ് ചെയ്യാൻ നല്ല. 1 മിനിറ്റിൽ എല്ലാ സമയവും നമുക്ക് 1 മിനിറ്റ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മാർക്കറ്റ് കൺസോളേഷൻ ആയിരിക്കും. എല്ലാ സിഗ്നലും നമുക്ക് കൺഫ്യൂസിങ് വരും. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അലേർട്ട് വരും. ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ 8.1 സ്ട്രാറ്റജിയാണ് ഈ പറയുന്നത്. ടോട്ടൽ 8 എണ്ണം ഉണ്ട്. 2009 തൊട്ട് തുടങ്ങിയ സ്ട്രാറ്റജീസാണ്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ആകും. ഇപ്പോൾ ബൈ വന്ന ഗ്രീൻ മാച്ചിങ് ആണ്. അത് വന്നും 2 ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ എടുക്കാം, അവിടെ നേരെ മാർക്കറ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ സിഗ്നൽ വന്ന് ഓൾറെഡി കൺഫേംഡ് ആണ്, താഴെ സോണും ഇത് ഓക്കെയാണ്. ക്യാൻഡിൽ ഗ്രീൻ ആവുന്ന സമയത്ത് സിഗ്നൽ വരുമ്പോഴേ എടുക്കാം. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. ഇപ്പോഴും ബൈ തന്നെ കണ്ടിന്യൂഷൻ ആണ്. ഈ ഒരു ട്രേഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇന്നത്തെ മോർണിംഗിൽ നല്ലൊരു ഡൗൺഫോൾ കിട്ടിയിട്ടുണ്ട്. സിഗ്നൽ മോർണിംഗ് തന്നെ സപ്പോർട്ട് ക്രോസ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ എടുക്കാമായിരുന്നു. അവിടുന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നേരെ ഇറങ്ങി മാർക്കറ്റ്. അത് സ്കാൽപ്പിംഗ് ആണെങ്കിലും നമുക്ക് 1 മിനിറ്റ് ചാർട്ട് നമുക്ക് നല്ലൊരു ട്രേഡ് 2-3 ട്രേഡുകൾ നമുക്ക് മോർണിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മോർണിംഗിൽ സെല്ല് വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. സെല്ല് വന്ന് കൺഫേം ആയി ബ്രേക്ക് ഔട്ട് നല്ല മോർണിംഗിൽ തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞ് പുൾ ബാക്ക് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് പിന്നെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ 2 ട്രേഡായി. മൂന്നാമത്തെ പിന്നെയും തിരിച്ച് കയറി പിന്നെ ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് 2 ട്രേഡ്, നമുക്ക് ആദ്യത്തെ ട്രേഡ് മിസ് ചെയ്താലും രണ്ടാമത്തെ തിരിച്ച് കയറി പിന്നെ പുൾ ബാക്ക് അടിച്ച് പിന്നെ ഇറങ്ങുന്ന സിറ്റുവേഷൻ നമുക്ക് നെക്സ്റ്റ് എൻട്രി കിട്ടും. അപ്പോൾ ഒരു എൻട്രി നമുക്ക് മിസ്സായെന്ന് നമുക്ക് നോക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് പുൾ ബാക്ക് കഴിഞ്ഞ് എവിടെ എൻട്രി എടുക്കണം എന്ന് നമുക്ക് സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഫേക്ക് അപ്പ് ഡൗൺസ് ആണോ, അത് തിരിച്ചിനി ഇറങ്ങാൻ ചാൻസ് ഉള്ളതാണ്. ട്രെൻഡ് ലൈൻ നോക്കിയാൽ മനസ്സിലാവും, താഴത്തെ സോൺ നോക്കിയാൽ. അപ്പം ഇന്നത്തെ രാവിലത്തെ പുട്ട് ഓപ്ഷൻ നോക്കാൻ 22,000 പുട്ട് ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക് ഔട്ട് ഇൻ ദ മണിയിൽ. അപ്പം ഇത് മോർണിംഗിൽ തന്നെ ബ്രേക്ക് ഔട്ട് നമുക്ക് പോയത് 144 നേരെ മാർക്കറ്റ് 78 വരെ പോയി തിരിച്ച് മാർക്കറ്റ് റെസിസ്റ്റൻസ് എഗെയിൻ ബ്രേക്ക് ചെയ്തിട്ട് 70 നേരെ പോയത് 219 അപ്പോൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് രണ്ടാമത് പിന്നെ ട്രേഡ് 202 കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ കയറി 230. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പേഷ്യൻസ് ഉള്ളവർക്ക് താഴെ ഗ്രീൻ മാറുന്നവരെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഗ്രീൻ മാറി റെഡ് ആകുന്നത് വരെ നമുക്ക് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് വന്ന ബൈ ട്രേഡും നല്ലൊരു ബൈ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന ബൈ ട്രേഡും നല്ലൊരു ഹൈക്ക് മാർക്കറ്റ് മോർണിംഗിൽ പോയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നാണ് എടുത്ത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ അപ്രോക്സിമേറ്റ് 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത്.
അപ്പോൾ അത് നല്ലൊരു ബ്രേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഹൈക്കാണ് പോയത് മാർക്കറ്റ്. അത് കോൾ ഓപ്ഷൻ നമുക്ക് അതേപോലെ 1 മിനിറ്റിൽ എടുക്കാമായിരുന്നു. 1 മിനിറ്റിൽ അവിടെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് നേരെ നമുക്ക് റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്ത് 129 നേരെ ഹൈക്കാണ് പോയത്. അവിടുന്ന് 192 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയർ കൊടുക്കുന്നു നമുക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് എൻട്രിയും എക്സിറ്റും റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കിയിട്ട് മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റും 5 മിനിറ്റ്സ് യൂസ് ചെയ്യണം. 1 മിനിറ്റ് നമുക്ക് രാവിലെ ടൈം ഇല്ലാത്തവർക്ക് നമുക്ക് പെട്ടെന്ന് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് 1 മിനിറ്റ് ചാർട്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് എൻട്രി എക്സിറ്റും കിട്ടും. മോർണിംഗിൽ ക്ലോസിംഗ് ലെവൽ നോക്കി വെച്ചാൽ മതി. പക്ഷേ ഫേക്ക് അപ്പ് ഡൗൺസ് ഒക്കെ നമുക്ക് 5 മിനിറ്റ്സിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ട്രേഡ് നമുക്ക് അതായത് ഫേക്ക് ആയിട്ടുള്ള പോകുന്ന റിവേഴ്സിൽ ലോസ് അവോയ്ഡ് ചെയ്യേണ്ട 5 മിനിറ്റ്സ് ഈസിയാണ്. 5 മിനിറ്റ്സിൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സിൽ ഇപ്പോൾ ഇന്ന് തന്നെ നിഫ്റ്റിയിൽ വന്ന ഡൗൺഫോൾ 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡൗൺഫോൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നിഫ്റ്റിയിൽ അവിടെ ഒരു നല്ലൊരു ട്രേഡ് ഇല്ല. പെട്ടെന്ന് കുറച്ച് ഇറങ്ങി നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് റിവേഴ്സ് ഒരുപാട് ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ ലോസൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് 5 മിനിറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ചെയ്താൽ ഏറ്റവും എളുപ്പമാണ്. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.